എന്താണെന്നറിയോ, നമ്മൾ ഒരാളോട് ഒരു കാര്യം സംസാരിക്കുകയാണ്, ആ സംസാരിക്കുന്നതല്ല ആശയവിനിമയത്തിൻ്റെ റിസൾട്ട് എന്നുള്ളത്, മറിച്ച് നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർത്തരുന്ന വ്യക്തി അതെങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ്, അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ശ്രോതാവ് കേട്ടത് മറ്റൊരു രൂപത്തിലാണെങ്കിൽ നിങ്ങൾ സന്തോഷം ഉദ്ദേശിച്ചാണ് ചെയ്ത് അവരിൽ വിഷമമാണ് ഉണ്ടാക്കിയെങ്കിൽ ആ വിഷമമാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വട്ടം ചിന്തിക്കണം, നമ്മൾ കേൾക്കുന്ന ഈ വ്യക്തി അതെങ്ങനെയാണ് പെർസീവ് ചെയ്യാമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നല്ലൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ആ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ പോയിട്ട് നിങ്ങളെ ഭാര്യയുടെ അടുത്ത് പറയാം സന്തോഷത്തോടെ, നിങ്ങൾക്കതൊരു സന്തോഷമായിരിക്കും. നിങ്ങളുടെ ഭാര്യ അതെങ്ങനെയായിരിക്കും മനസ്സിലാക്കുക, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനത്തെ പല ഘട്ടത്തിലും പല കാര്യങ്ങൾ നമ്മൾ ചിലരോട് പറയേണ്ടാത്തതുണ്ട്. നമുക്ക് സന്തോഷം നൽകി എല്ലാ കാര്യവും എല്ലാവരോടും പറയേണ്ട ഒരാവശ്യമില്ല എന്നുള്ളതാണ് NLPയുടെ രണ്ടാമത്തെ പ്രിസപ്പോസിഷൻ. നമ്മുടെ മൈൻഡ്